സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. മുസ്ലിം ലീഗിനെ ഓർമ്മിപ്പിക്കട്ടെ, നിലനിൽക്കണമെങ്കിൽ ജാഗ്രത വേണം പാർട്ടിക്കും നേതാക്കൾക്കും. ഒപ്പം ക്രൈസ്തവർക്കും വേണം കരുതൽ. ഐക്യദാർഢ്യ പ്രകടനങ്ങളെ സംബന്ധിച്ച കരുതൽ. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട സംഘർഷ നാളുകളിലെ മുസ്ലിം ലീഗ് അല്ല ഇന്നു കാണപ്പെടുന്ന മുസ്ലിം ലീഗ്. ആയിരുന്നെങ്കിൽ പച്ചയ്ക്ക് കത്തിക്കലും കെട്ടിത്തൂക്കലുമെല്ലാം ചേർത്തുള്ള മുദ്രാവാക്യം ലീഗിൻ്റെ പന്തിയിൽ നിന്ന് കേരളം കേൾക്കുമായിരുന്നു. വിദ്വേഷം പ്രസരിപ്പിച്ച മുദ്രാവാക്യം, അതിൻ്റെ ഭയാനകതയും പ്രത്യാഘാതവും വേഗം മനസ്സിലാക്കുവാൻ ലീഗ് നേതൃത്വത്തിന് തൽക്കാലം കഴിഞ്ഞു. ഒട്ടും വൈകാതെ തള്ളിപ്പറഞ്ഞതും വിവേകം. എന്നാൽ ആ തള്ളിപ്പറച്ചൽ കൊലവിളി പോലുള്ള പ്രഖ്യാപനങ്ങൾക്ക് തക്ക പരിഹാരമായി എത്ര പേർ കണക്കാക്കും? മാപ്പ് പറഞ്ഞാൽ കുറ്റം തീരുമോ? തീരും. ഒറ്റപ്പെട്ട കുറ്റമാണെങ്കിൽ, പ്രത്യാഘാതങ്ങൾ ഇല്ലാത്തതെങ്കിൽ മാത്രം. തള്ളിപ്പറച്ചൽ ആത്മാർത്ഥമാണോ, ഭയപ്പെട്ടിട്ടാണോ എന്ന ചോദ്യം പിന്നെയും ശേഷിക്കും. കാരണം മുസ്ലിം ലീഗ് പുതുമുറ കേരള സമൂഹത്തിൻ്റെ കണക്കുകൂട്ടൽ തെറ്റിച്ചു തുടങ്ങിയിട്ടുണ്ട്. മറ്റൊരു ചോദ്യവും ഉയരുന്നു, ഈ തള്ളിപ്പറച്ചൽ എത്ര നാൾ കൂടി? മുസ്ലിം ലീഗിലെ മാറ്റം അതിൻ്റെ നേതാക്കൾ വേണ്ട വിധം ഗ്രഹിക്കുന്നോ എന്ന് സംശയിക്കാം. ഇപ്പോൾ കണ്ടതും കേട്ടതും പുതുമണം മാറാത്ത സംഭവമല്ല. യൂത്ത് ലീഗിൻ്റെ പ്രയാണത്തിൽ ഉയർന്ന ഭീഷണിയും മാസങ്ങൾക്ക് മുമ്പ് കേട്ട അരിയും മലരും കുന്തിരിക്കവും ചേർന്ന വെറിവിളിയും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. ആലപ്പുഴയിൽ കേട്ടത് ഞെട്ടിച്ചെങ്കിലും അവരറിയുന്നവർക്ക് അതിൽ അത്ഭുതമില്ലായിരുന്നു. കുട്ടിയെ കൊണ്ട് പറയിച്ചു എന്നതിൽ മാത്രമായിരുന്നു അമ്പരപ്പ്. എന്നാൽ ലീഗിൻ്റെ കൂട്ടത്തിൽ നിന്ന് കേട്ട വാക്കുകൾ വിദ്വേഷമില്ലാത്ത സാമാന്യ ജനത്തെ അമ്പരിപ്പിച്ചു, ആശങ്കയും രോഷവും ഉളവാക്കി. എന്തെന്നാൽ ഏറെക്കാലം അവർ കണ്ടുപോന്നവരിൽ നിന്ന് അത് അത്രമാത്രം അപ്രതീക്ഷിതമായിരുന്നു. മതസമുദായത്തിൻ്റെ പേരുള്ള പാർട്ടി ആണെങ്കിലും അഖിലേന്ത്യാ തലത്തിൽ പലരും കറുത്ത ചരിത്രകഥകൾ പറയുന്നെങ്കിലും കേരളത്തിലെ മുസ്ലിം ലീഗിനെയും നേതൃത്വത്തെയും അങ്ങനെ കണ്ടിരുന്നില്ല ജനങ്ങൾ. സ്വന്തം മതസമുദായത്തിന് അവസരങ്ങളും ആനുകൂല്യങ്ങളും നേടാൻ പാർട്ടി നേതാക്കൾ ഭരണതലത്തിലും അല്ലാതെയും കാട്ടിയ അതിശുഷ്കാന്തിയെയും ആരും നിന്ദിച്ചിട്ടില്ല. അതിനെ സ്വാഭാവികമെന്നല്ലാതെ വിദ്വേഷ നീക്കങ്ങളായി കണ്ടതുമില്ല. സാമുദായിക ശുഷ്കാന്തിയുടെ അതിപ്രസരത്തെ സ്വന്തം അവകാശങ്ങളെ പ്രതി മാത്രമാണ് മറ്റുള്ളവർക്ക് വ്യവസ്ഥാപിതമായി ചെറുക്കേണ്ടി വന്നത്. അപ്പോഴും പരസ്പര ബന്ധം വിദ്വേഷപരമായിരുന്നില്ല. അതെല്ലാം കടന്ന് മുസ്ലിം ലീഗ് മറ്റൊരു വഴിയെ യാത്ര തുടങ്ങി എന്ന് വന്നാൽ അത് ദുരന്തമാണ്. ലീഗ് നേതൃത്വം ആസൂത്രിതമായി അത് തെരഞ്ഞെടുത്തു എന്ന് കരുതിക്കൂടാ. എങ്കിലും മതവിദ്വേഷികളുടെയും മതാധിപത്യവാദികളുടെയും ഗണം ലീഗ് നേതാക്കളെ എത്രയെങ്കിലും സ്വാധീനിച്ചു തുടങ്ങി എന്ന് കരുതാൻ കാരണങ്ങൾ പലതായി. ഈ ചായ്വ് ഭയം നിമിത്തമോ എന്നത് വേറെ ചോദ്യം. സമുദായ അണികളെ തീവ്രവാദ വിഭാഗങ്ങൾ ചോർത്തിയെടുക്കുമെന്ന ഭയം നേതാക്കളെ വഴിതെറ്റിക്കുന്നില്ലേ? മതാധിപത്യ ചിന്തകൾ താലോലിക്കുന്നവരെ ലീഗിലെ നേതൃത്വം പരോക്ഷമായെങ്കിലും അനുകൂലിച്ചിട്ടുണ്ട്. ഏതെങ്കിലും നാട്ടിലൊരു കെട്ടിടം മോസ്ക് ആക്കുന്നത് ഇവിടെ ആരുടെ മതരാഷ്ട്രീയ ആവശ്യമായിരുന്നു? ലീഗിൻ്റെയോ ആണെന്ന് ആരും ധരിച്ചിരുന്നില്ല. തുർക്കിയിലെ ക്രൈസ്തവ ദേവാലയമായിരുന്ന ഹാഗിയ സോഫിയ എർദോഗൻ ഭരണകൂടം 3 വർഷം മുമ്പ് മോസ്ക് ആക്കിയ കാര്യം തന്നെ. അതിനെ സന്തോഷിച്ച് സ്വാഗതം ചെയ്യേണ്ട എന്ത് ആവശ്യമായിരുന്നു ഇവിടുത്തെ ഏതെങ്കിലും മുസ്ലിം ലീഗ് നേതാവിന്? വ്യക്തിക്കോ പാർട്ടിക്കോ അതിൻ്റെ ഒരാവശ്യവുമില്ല. എന്നിട്ടും ലീഗിൻ്റെ ഉന്നത നേതാവ് ആ ഇസ്ലാമിക ആധിപത്യ പ്രവൃത്തിയെ സ്വാഗതം ചെയ്തു. മതാധിപത്യവാദികളെ പ്രീണിപ്പിക്കാനല്ലാതെ മറ്റെന്തിന്? മതാധിപത്യ പ്രീണനത്തിനപ്പുറം കൊലവിളി തന്നെ നടത്തുന്ന ബാല്യക്കാരാണ്
ഇപ്പോൾ മുസ്ലിം ലീഗിനെ കാറ്റിലുലയ്ക്കുന്നത്. എന്തുകൊണ്ട് അവർ അങ്ങനെയായി? എന്ന് മുതൽക്ക് അങ്ങനെയായി? പ്രണയലഹരി കെണികളിൽ നിന്ന് അകന്നു നിൽക്കാൻ യാതൊരു വിദ്വേഷവുമില്ലാതെ ചെറുപ്പക്കാർ ഉപദേശിച്ച ആധ്യാത്മിക പിതാവിൻ്റെ അനുഭവം നീതി തേടുന്നുണ്ട്. ആരുടെയോ ദുഷ്പ്രേരണയിൽ അദ്ദേഹത്തിനെതിരെ കൊലവെറിയുമായി ഇറങ്ങിയവരുടെ വാക്കു കേട്ടെങ്കിൽ യൂത്ത് ലീഗിനും പിശക് സംഭവിക്കും, മാരകമായ പിശക് സംഭവിക്കും. മുൻ പറഞ്ഞ അതേ വെറിയോടെയല്ലേ ക്രൈസ്തവ മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ വേഷം സംബന്ധിച്ച് യൂത്ത് ലീഗ് ബന്ധമുള്ള ചിലർ ധാർഷ്ട്യ പ്രകടനവുമായി എത്തിയത്? മതമാണ് ഞങ്ങളുടെ പ്രശ്നം, ഞങ്ങൾക്ക് കാര്യം എന്ന് ലീഗിൻ്റെ മറ്റൊരു നേതാവ് വിറപൂണ്ട് പ്രസംഗിച്ചതും ഇത്തരം വെറി പൂണ്ടവരെ ആകർഷിക്കാനായിരുന്നോ? അല്ലെങ്കിൽ അവരെ പ്രീണിപ്പിക്കാൻ? ലീഗ് നേതൃത്വത്തിന് ഞെട്ടാനുള്ളത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ തിടുക്കപ്പെട്ട് ഞെട്ടിയിട്ടും ഇളകിയിട്ടും കാര്യമില്ല. സംഭവിച്ചതിനെ പരോക്ഷമായും പ്രത്യക്ഷമായും വഴിയൊരുക്കി തുടങ്ങിയത് ഇപ്പോഴല്ല. അതിനാൽ ഞെട്ടുന്നതിനൊപ്പം പുറകോട്ട് നോക്കുകയും ചെയ്യണം. എന്തു നിമിത്തമായാലും ഒരിക്കൽ കൂട്ടുപിടിച്ചാൽ സുഗമമായി വലിച്ചെറിയാവുന്നതല്ല ഇത്തരം വേതാള ബന്ധങ്ങളെന്നത് ലീഗിലെ ചിലരെങ്കിലും മറന്നു. ഇനിയും അവർക്ക് തിരുത്താം. മതനിരപേക്ഷത കാപഢ്യമല്ലെങ്കിൽ മുൻകാലത്തെന്ന പോലെ ജനങ്ങൾ സ്വീകരിക്കുന്ന കക്ഷിയായി നിലനിൽക്കണമെങ്കിൽ തങ്ങൾ ഉൾപ്പെടുന്ന രാഷ്ട്രീയ സഖ്യത്തിന് തന്നെ ദോഷം വരുത്താതിരിക്കണമെങ്കിൽ കുഴപ്പത്തിലാക്കുന്ന പ്രവണതകളെ കുടഞ്ഞെറിയുന്നില്ലെങ്കിൽ മതാധിപത്യവാദികളുടെ കൂട്ടമായി ലീഗും മാറിയെന്നു വരും. ലീഗിന് ദുഷ്പ്രേരണയായത് മതാധിപത്യവാദികൾക്ക് ഇടതുപക്ഷത്ത് അനുഭാവവും സഖ്യവും ലഭിക്കുന്നു എന്ന ധാരണയാണോ? ഇക്കാര്യത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പങ്ക് ആർക്കും അറിയാത്തതല്ല. നാസ്തിക കക്ഷിയുടെ നേതൃത്വത്തിൽ ഇരിക്കുമ്പോഴും പലർക്കും മതം തികട്ടി വരുന്നു. അവരുടെ മതപ്പുള്ളി മായ്ക്കാൻ കഴിയാത്തത് തന്നെ. പക്ഷേ മുസ്ലിം ലീഗ് ഒന്നടങ്കം പരസ്യമായി മുദ്ര ചാർത്തപ്പെടുന്നെങ്കിൽ അതിന് മറ്റാരെയാണ് പഴിക്കേണ്ടത്? മുസ്ലിം ലീഗിനെ മാറ്റാനോ അതിലേക്ക് നുഴഞ്ഞു കയറാനോ മതതീവ്രവാദികൾക്ക് കഴിയുമെങ്കിൽ മണിപ്പൂർ പ്രതിസന്ധിയും അവസരമാക്കാൻ അവർ ശ്രമിച്ചെന്നു വരും. കറ തീർന്ന ഇസ്ലാമികവാദികൾ മാത്രം ഉയർത്തുന്ന മുദ്രാവാക്യം യൂത്ത് ലീഗിൻ്റെ പന്തിയിൽ നിന്ന് കേട്ടു എന്നത് ചെറിയ കാര്യമല്ല. അത് മുന്നറിയിപ്പും താക്കീതുമാണ് ക്രൈസ്തവർക്ക് വരെയും. കേരളത്തിന് ആസ്ഥാന ആരാച്ചാരുണ്ടോ? സർക്കാർ ആരെയെങ്കിലും അങ്ങനെ ഒരു പദവിയിൽ നിയമിക്കാൻ മത്സരം സംഘടിപ്പിക്കാറുണ്ടോ? ഉണ്ടെന്ന മട്ടിലും താൻ യോഗ്യനെന്ന ഭാവത്തിലും ഒരു ഇടതു നേതാവ്, അദ്ദേഹത്താൽ യോഗ്യരെന്ന് മറുപടി പറയാൻ വേറൊരു സമുദായ സംഘം, രണ്ടു കൂട്ടരിലും പെടാതെ നിന്ന് കൈവെട്ടലിനെയും തലയെടുക്കലിനെയും കുറിച്ച് മുൻകൂർ പറഞ്ഞ മറ്റൊരു മതവാദി ഗണം, പച്ചയ്ക്ക് കത്തിക്കുമെന്ന് പറയുന്ന നാലാം കൂട്ടർ, അവരും മതബന്ധ പാർട്ടിയുടെ ശിബിരത്തിലുള്ളവർ. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. കേരളത്തിലെ തലയെടുപ്പുകാരുടെ നിരയും ആക്രോശങ്ങളും ജനങ്ങളുടെ തല മരയ്ക്കുന്നു. ഇതെന്താ കേരളം ആരാച്ചന്മാരുടെ നാടോ, വധകന്മാരുടെ രാജ്യമോ, അല്ലെങ്കിൽ ഇത് അത്തരക്കാരുടെ സമ്മേളന കാലമോ? തനിക്കു നേരെ കല്ലെറിഞ്ഞവരോടും തന്നെ സ്വഭാവഹത്യ ചെയ്തവരോടും ക്ഷമിച്ച മനുഷ്യസ്നേഹിയായ നേതാവിൻ്റെ വിയോഗശേഷം ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റേത് പോലുള്ള മാതൃകകളൊന്നും തങ്ങൾക്ക് ഒരു കാലത്തും ആവശ്യമില്ലെന്ന് തെളിയിക്കാൻ മത്സരിക്കുകയാണ് ഇപ്പോഴത്തെ തലയെടുപ്പ് പ്രഖ്യാപനക്കാർ, രാഷ്ട്രീയ സമുദായ സംഘടനകളും കൊലപാതകങ്ങളും സംസ്ഥാനത്ത് മുമ്പുണ്ടായിട്ടുണ്ട്. കാടത്തത്തിൻ്റെ ആ അനുഭവങ്ങൾ നിരവധി പേരെ ഇരകളാക്കിയിട്ടുണ്ട്. അനേകം കുടുംബങ്ങളെ കണ്ണീരും ജനങ്ങളെ ഭീതിയിലും മുക്കിയിട്ടുണ്ട്. എങ്കിലും അക്ഷരശ്ലോക മത്സരം പോലെ കൊലവെറി ഇട്ടുകൊടുത്താൽ തലയെടുക്കലും അതിന് ഉത്തരമായി മോർച്ചറി കയറ്റലും മുൻകൂറായി പച്ചക്കരിക്കലും മൊഴിമുട്ടാതെ പാടുന്ന കാഴ്ച പുതുമയായിരിക്കും. രാഷ്ട്രീയ കക്ഷികളും സംഘടനകളും വിമർശനങ്ങൾക്ക് മറുപടി പറയും, ഭീഷണികളെ വാക്കാൽ ചെറുക്കും, സ്വയം പ്രതിരോധിക്കും.
മൂർച്ചയിൽ തന്നെ, വീറോടെ അതെല്ലാം മനസ്സിലാക്കാം എന്ന് കരുതി ഇത്ര പച്ചയ്ക്ക് കൊലപാതക ഭീഷണി മുഴക്കുന്ന കാഴ്ച നിയമവാഴ്ചയുള്ള നാട്ടിൽ അനുവദനീയമാണോ? ഇതെന്തു തരം രാഷ്ട്രീയ പ്രവർത്തനം? ഇതെന്ത് മതസമുദായ പ്രവർത്തനം? ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാനും പരിപോഷിക്കാനുമാണ് രാഷ്ട്രീയവും മതവുമെല്ലാം പ്രവർത്തിക്കേണ്ടത്. പക്ഷെ കേരളത്തിൽ കേൾക്കുന്നത് ജീവൻ എടുക്കുമെന്ന തുടർച്ചയായ ഭീഷണിപ്പെടുത്തൽ. നാടിൻ്റെ കപട നവോത്ഥാനത്തിൻ്റെയും കപട പ്രബുദ്ധതയുടെയും ഒന്നാം തരം തെളിവ്. ദൈവത്തിൻ്റെ നാടെന്ന് അവകാശപ്പെടാനുള്ള യോഗ്യത. ടൂറിസം വകുപ്പിൻ്റെ പരസ്യം കണ്ട് ഇവിടെ എത്തിയ വിദേശ സഞ്ചാരികൾക്കെല്ലാം ഈ ജൽപ്പന വാർത്തകൾ വായിക്കാനും അർത്ഥം ഗ്രഹിക്കാനും കഴിഞ്ഞിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നേനെ അവരുടെ ഡയറിക്കുറിപ്പുകൾ. മോർച്ചറി നിർമ്മാണ പ്രഖ്യാപനവും വധഭീഷണിയും കൊണ്ട് ഭയപ്പാടിലായ കേരളത്തിൽ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് പി ജയരാജനും യുവമോർച്ചയുടെ വക്താക്കളും. അതിൽ തന്നെ തുടങ്ങി വെച്ചത് ജയരാജൻ സ്പീക്കർ ഷംസീറിനു വേണ്ടി. മതമില്ലാത്ത പാർട്ടിയിലെ നേതാവായ ഷംസീർ നടത്തിയ ഹൈന്ദവ വിശ്വാസ വിമർശനത്തോടുള്ള അതിശക്തമായ പ്രതികരണമാണ് ജയരാജനെ വാക്കുകൊണ്ട് വാളെടുപ്പിച്ചത്. വകവരുത്തലിൻ്റെ സന്ദേശം വീശിയ മറുപടി. ഏതു ഭീഷണിയും പറയാൻ ജയരാജൻ സർവ്വതാ യോഗ്യനെന്ന് വിമർശിച്ചവരുണ്ട്. അതിനവർ സ്വകാര്യമായി പറയുന്ന ന്യായങ്ങൾ പരസ്യമാക്കാവുന്നതല്ല. നിയമവിരുദ്ധമോ കേസിന് കാരണമോ ആകുമെന്നതുകൊണ്ട് പക്ഷേ അവർക്ക് ഒരു കാര്യത്തിൽ തീർച്ചയുണ്ട്. ജയരാജൻ പറയുന്നത് പ്രവൃത്തി ഉദ്ദേശിച്ച് തന്നെയെന്ന്. അങ്ങനെ അവർ കരുതുന്നത് അദ്ദേഹം സൃഷ്ടിച്ച മാതൃകകൾ നിമിത്തമാണോ എന്നതും സ്വകാര്യം. പക്ഷേ ജയരാജനോടും എതിരാളികളോടുമെല്ലാം പറയാനുള്ളത് ഒന്നു മാത്രം. ഭീഷണി കൊണ്ട് ഈ നാടിൻ്റെ അന്തരീക്ഷം മലീമസവും ദുഷ്ടവുമാക്കുന്ന പ്രവൃത്തി നിങ്ങൾ അവസാനിപ്പിക്കുക. കനത്ത കാവലുള്ള എത്രയോ ലോക നേതാക്കൾ നിസ്സാരന്മാരാൽ വധിക്കപ്പെട്ട കറുത്ത ചരിത്രം മുമ്പിലുണ്ട്. അതുകൊണ്ട് വകവരുത്തലിൻ്റെ ഭീഷണി ഉയർത്തുന്നത് ഹീറോയിസമല്ല, മഹത്തായ കാര്യവുമല്ല. ഇത്തരം ഭീഷണി മുഴക്കാനോ അത് പ്രയോഗത്തിൽ വരുത്താനുള്ള ദുഷ്ടശേഷി ഒരു കൂട്ടരുടെയും കുത്തകയല്ലെന്നും ഓർമ്മിക്കുക. പെൺകുട്ടികൾ പോലും ആളെ കൈകാര്യം ചെയ്യാൻ കൊട്ടേഷൻ കൊടുക്കുന്ന നാട്ടിൽ വകവരുത്തൽ ഭീഷണി കൊണ്ട് ആർക്കും ആരെയും കീഴ്പ്പെടുത്താമെന്ന് ഹിംസാ വക്താക്കൾ മോഹിക്കാതിരിക്കട്ടെ. തങ്ങളുടേത് വ്യത്യസ്ത സംഘടനയെന്നും തൊട്ടാൽ വകവരുത്തുമെന്നുള്ള ഭാവം പല നേതാക്കളും പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ കാലം മാറുന്നതും ദുഷ്ടകുത്തക തട്ടിത്തെറിപ്പിക്കാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തവർ വരുന്നതും മനസ്സിലാക്കുവാൻ അവർ വൈകുന്നു. അത്തരം ആരുടെ വരവും നാടിനോ നിയമവാഴ്ചയ്ക്കോ അംഗീകരിക്കാവുന്നതല്ല. പക്ഷേ അനിവാര്യമായ മറുദുഷ്ടതയുമായി അത് മാറുമ്പോൾ രക്തസാക്ഷികളുടെ കണക്കു പെരുപ്പിച്ച് നേട്ടമുണ്ടാക്കാൻ ലക്ഷ്യമിടുന്നവർക്ക് നഷ്ടബോധമില്ലല്ലോ. ഇത് ജനങ്ങൾക്ക് വേണ്ടാത്ത കാഴ്ചയാണ്. നാടിനും വേണ്ടാത്ത ഈ കളി തുടരാൻ അനുവദിക്കാവുന്നതല്ല. നാടിനെ കൊലവെറിയുടെയും തിരിച്ചടിയുടെയും മരണഗീതം കേൾപ്പിക്കാൻ മുതിരുന്നവരെ നിയമം കൊണ്ട് നിലയ്ക്ക് നിർത്താൻ ഭരണാധികാരികളാണ് മടി കൂടാതെ സന്നദ്ധമാകേണ്ടത്. അതുണ്ടാകാത്തതും ഉണ്ടാകാൻ വൈകുന്നതും ഒരുപോലെ ആശങ്കാജനകം. അവരെയൊക്കെ വെള്ള പൂശാനുള്ള ശ്രമവും ജനങ്ങൾ വിലയൊടുക്കേണ്ടുന്ന കാഴ്ച തന്നെ. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.